സ്ലൈഡ് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പൊ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. ഇപ്പൊ കാണാവോ? ഓക്കെ ഓക്കെ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഇന്നലെ ഉണ്ടായിരുന്നില്ല, പിന്നെ ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? എന്നടാ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞേ? ഇതിങ്ങനെ കഥ പറയല് മാത്രം. മാഗ്നറ്റൈസേഷൻ ടെക്നിക്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷന്റെ ഡിഫറെന്റ് ടെക്നിക്സ് അല്ലേ? ഡിഫറെന്റ് ടെക്നിക്സ് ഓഫ് മാഗ്നറ്റൈസേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷന്റെ ഡിഫറെന്റ് മെത്തേഡുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ ഡിഫറെന്റ് മെത്തേഡുകൾ? ഹെഡ് ഷോട്ട് ടെക്നിക്. ഹെഡ് ഷോട്ട് ടെക്നിക് ഉണ്ട്. ദെൻ കോയിൽ ഷോട്ട് ടെക്നിക്. ഓയിൽ ഷോട്ട് ടെക്നിക് ഉണ്ട്. ഓക്കെ. സെൻട്രൽ കണ്ടക്ടർ അല്ലെങ്കിൽ ത്രെഡഡ് ബാർ ടെക്നിക്. അയ്യോ, സെൻട്രൽ കണ്ടക്ടർ അല്ലെങ്കിൽ ത്രെഡഡ് ബാർ മെത്തേഡ്. പിന്നെ മാഗ്നറ്റൈസേഷൻ യൂസിങ് മാഗ്നറ്റ്സ്, പെർമനന്റ് മാഗ്നറ്റ്സ്. മാഗ്നറ്റൈസേഷൻ യൂസിങ് പെർമനന്റ് മാഗ്നറ്റ്സ്. മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്ക്. മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്സ്. ശ്രീനാഥ് അല്ലാതെ വേറെ ആരും ഇത് കേട്ടിട്ടേ ഇല്ല. എന്താ ഹെഡ് ഷോട്ട് ടെക്നിക്ക്? ആരാ പറയുന്നത്? ശ്രീനാഥ് ഇനി പറയണ്ട. വിനോഷ്, വിനോഷ് കേൾക്കുന്നില്ലേ? എന്താണ് ഹെഡ് ഷോട്ട് ടെക്നിക്ക്? എന്താ ഹെഡ് ഷോട്ട്? മറ്റേ ഇതിന്റെ ഉള്ളില് വെക്കുന്നല്ലേ, രണ്ട് കണ്ടക്ടറിന്റെ ഇടക്ക് വെക്കുന്ന പരിപാടി. നിന്റേതായ നീ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. അത് മറ്റേ രണ്ട് ഹൈ വോൾട്ടേജ് ടെർമിനലിന്റെ നടുക്ക് ഇതിനെ വെച്ചിട്ട് ഉള്ള പരിപാടി. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഹെഡ്. രണ്ട് ഹെഡുകൾക്കിടയിൽ അല്ലേ? രണ്ട് ഹെഡുകൾക്കിടയിൽ എന്ത് ചെയ്യും? നമ്മുടെ ടെസ്റ്റ് പീസിനെ ഹോൾഡ് ചെയ്യും. എന്നിട്ടോ സ്പാർക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് സൈഡിൽ ലാമിനേഷൻ അങ്ങനെ വെച്ച് കൊടുക്കും. ലാമിനേറ്റഡ് ലെയേഴ്സ് വെച്ച് കൊടുക്കും. എന്നിട്ട് കറണ്ട് പാസ് ചെയ്യും. അപ്പോഴോ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റ് ആവും. എന്ത് മാഗ്നറ്റൈസേഷനാ? എന്ത് മാഗ്നറ്റൈസേഷൻ ആയിട്ട് നമുക്ക്? ഇലക്ട്രോ മാഗ്നറ്റ്. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ലീനിയർ ആണോ, സർക്കുലർ ആണോ? സർക്കുലർ ആയിരിക്കും. സർക്കുലർ ആയിരിക്കും. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യും അല്ലേ? അപ്ലൈ ചെയ്യും. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തായിരുന്നു? സ്പാർക്ക് വരുന്നത് എവിടെയാണ് സ്പാർക്ക് വരിക? അതിന്റെ ടെർമിനൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത്. ഹെഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ജംഗ്ഷൻസിൽ സ്പാർക്കിനുള്ള ഇലക്ട്രിക്കൽ ആർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? അങ്ങനെ ഇലക്ട്രിക്കൽ ആർക്സ് വരുമ്പോൾ നമ്മുടെ മെറ്റീരിയലിന് ഡിസ്റ്റോർഷൻസ് സംഭവിക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ ജോയിന്റ്സിൽ എന്ത് ചെയ്യും? ലാമിനേറ്റഡ് ഷീറ്റുകളൊക്കെ വെക്കുക. ഓക്കെ. ദെൻ വാട്ട് ഈസ് കോയിൽ ഷോട്ട് ടെക്നിക്? പ്രണവ് ഇല്ലേ? പ്രണവ് രണ്ട് പ്രണവ് ഉണ്ട് തോന്നുന്നു അല്ലേ? പ്രണവ് എൻ. പ്രണവ് എൻ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ പ്രണവേ? എടാ പ്രണവ് ആബ്സെന്റ് ആണോ? ഹലോ, പ്രണവ് എൻ ഇല്ല. പ്രണവ് എന്നില്ല അല്ലേ? എന്നാ വേറെ ആളെ വിളിക്കാം. അരുൺ രാജ്. അരുൺ രാജ്. നിന്റെ മൈക്ക് ഒരു കാലം വർക്ക് ചെയ്യില്ലല്ലോ.
അരുൺരാജ് ഈ മൈക്ക് എന്താ നീ ശരിയാക്കാത്ത? മെസ്സേജ് അയച്ചാ മതി. അരുൺരാജ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടു. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയാതിരിക്കട്ടെങ്കിൽ അതേ നടക്കുള്ളൂ. നീരജ്, what is coil shot method? അതിന്റെ പോസിറ്റീവ് ടെർമിനലും പറഞ്ഞോ, നിനക്ക് അറിയുന്ന പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എക്സാം ഒന്നുമില്ലല്ലോ. കോയിൽ, രണ്ട് കോയിലിന്റെ ഇടയ്ക്ക് വർക്ക് പീസല്ലോ ചെയ്താല് രണ്ട് കോയിലിന്റെ ഇടക്കോ? അല്ല, ജോയലെ ഒന്ന് പറഞ്ഞു കൊടുത്ത, ജോയൽ കേട്ടോ. ജോയൽ കേട്ടോ. സോളിനോയിഡിനുള്ള ഒരു മാഗ്നറ്റൈസ് ചെയ്യേണ്ട ടെസ്റ്റിംഗ് പീസ് വെച്ചിട്ട് കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോ സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡിനുള്ളിൽ നമ്മുടെ മെറ്റീരിയലിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ദെൻ സോളിനോയിഡിൽ കറണ്ട് പാസ് ചെയ്യും. അപ്പോഴ് കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. അത് ടെസ്റ്റിംഗ് പീസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. നമ്മളെ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കോയിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറുകയും ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ടെസ്റ്റ് പീസിലൂടെയും എൻ്റർ ചെയ്യും അല്ലേ? അപ്പൊ ടെസ്റ്റ് പീസ് എന്താവും? മാഗ്നറ്റ് ആയി മാറും. ദാറ്റ് ഈസ് കോയിൽ ഷോട്ട് മെത്തേഡ്. ഓക്കെ, അതില് നമുക്ക് മെറ്റീരിയലിൽ കിട്ടുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? ലൈൻ ലീനിയർ. അടുത്തൊരു മെത്തേഡ് എന്തായിരുന്നു? ഹെഡ് ഷോട്ട് പറഞ്ഞു, കോയിൽ ഷോട്ട് പറഞ്ഞു. വാട്ട് ഈസ് സെൻട്രൽ കണ്ടക്ടർ മെത്തേഡ്? സെൻട്രൽ കണ്ടക്ടർ മെത്തേഡ് ആരാ പറയുന്നേ? ജിഷ്ണു ഇല്ലേ? ജിഷ്ണു സജീവൻ. എന്താ സെൻട്രൽ കണ്ടക്ടർ മെത്തേഡ് അല്ലെങ്കിൽ ത്രെഡഡ് ബാർ മെത്തേഡ്? ഈ മെത്തേഡ് ഏത് ടൈപ്പ് എലിമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക? സർക്കുലർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സിന് അല്ലെ? ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ ഇന്റേണൽ സർഫസും എക്സ്റ്റേണൽ സർഫസ് ഒക്കെ നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ഇനി എന്താണ് ഈ മെത്തേഡ്? എന്താണ് പറഞ്ഞോടെ, തെറ്റിക്കോട്ടെ, എനിക്ക് നിന്റെ മൈൻഡിലുള്ളത് പറഞ്ഞു. ഈ ബാർ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക? ഒരു ട്യൂബ് ആണെങ്കിൽ ട്യൂബിന്റെ ഉള്ളിലൂടെ അല്ലെ, സെന്ററിലൂടെ കടത്തിവിടും. അതുകൊണ്ടാണല്ലോ സെൻട്രൽ കണ്ടക്ടർ എന്ന് പേര് തന്നെ. ഇപ്പൊ ട്യൂബിന്റെ സെന്ററിലൂടെ ഈ ബാറിനെ കടത്തിവിടും. എന്നിട്ട് ഈ ബാറിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ഈ സെൻട്രൽ കണ്ടക്ടറിന് അറൌണ്ട് ആയിട്ട് സർക്കുലർ ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ സർക്കുലർ ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ ട്യൂബിന്റെ സർഫസിലൂടെയും പാസ് ചെയ്യും അല്ലെ? ഇപ്പൊ ട്യൂബ് എന്താവും? മാഗ്നറ്റ് ആയി. അപ്പൊ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ലൈൻസ് സർക്കുലർ മാഗ്നറ്റിക് ലൈൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, മാഗ്നറ്റൈസേഷൻ യൂസിങ് പെർമനന്റ് മാഗ്നറ്റ്. അതായത് സാധാരണ ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാഗ്നറ്റൈസേഷൻ. അതുപോലെ തന്നെ മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്ക് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് പെർമനന്റ് മാഗ്നറ്റ് ആണ് അത്. നമ്മൾ അതിനകത്ത് കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് ലെഗും ഓരോ മാഗ്നറ്റ് ആയി മാറും, അല്ലെങ്കിൽ ഓരോ പോളായിട്ട് മാറും. നമ്മൾ ടെസ്റ്റിംഗ് പീസിന്റെ മുകളിൽ, ടെസ്റ്റ് ഒബ്ജക്റ്റിന്റെ മേലെ അയാളെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ആ ടെസ്റ്റ് പീസും ഒരു മാഗ്നറ്റ് ആയി മാറും. ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഡിഫറെന്റ് മാഗ്നറ്റൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡ്. ദെൻ ഇപ്പൊ പറഞ്ഞ 5 മെത്തേഡുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഹെഡ് ഷോട്ട്, കോയിൽ ഷോട്ട്, സെൻട്രൽ കണ്ടക്ടർ ഓർ ത്രെഡഡ് ബാർ,
magnetization using permanent magnets, magnetization using electromagnetic yokes. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് യോക്സിൽ നമ്മൾ വേറൊരു തിയറിയും കൂടി പറഞ്ഞിരുന്നു. AC യോക്കും ഉണ്ട്, DC യോക്കും ഉണ്ട്. പിന്നെ സർഫസ് ഡിസ്കണ്ടിന്യൂസ് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെറ്റർ AC ആണ്. സബ് സർഫസും കണ്ടുപിടിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നത് DC ആണ് ഏറ്റവും ബെറ്റർ. അതിൽ തന്നെ ഹാഫ് വേവ് DC ആണ് ഏറ്റവും നല്ല സെൻസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ 5 എണ്ണത്തിനെ തന്നെ നമുക്ക് വീണ്ടും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലുള്ള ചില ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഇത് എക്സാമിന് ചോദിച്ചതാണ്. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണ്? ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ. മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഏതൊക്കെയാന്ന് വെച്ചാൽ നമുക്കറിയാം. ഹെഡ് ഷോട്ട് ഉണ്ട്, കോയിൽ ഷോട്ട് ഉണ്ട്, സെൻട്രൽ കണ്ടക്ടർ ഉണ്ട്, മാഗ്നറ്റൈസേഷൻ യൂസിങ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്ക് ഉണ്ട്. ഈ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ? അപ്പോ മാഗ്നറ്റൈസേഷൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദി പാർട്ട്. നമുക്ക് ആരെയാണോ മാഗ്നറ്റ് ആക്കേണ്ടത്, ഈ ഒരു വർക്ക് പീസിനെ എനിക്ക് മാഗ്നറ്റ് ആക്കണം, ആ വർക്ക് പീസിലൂടെ തന്നെ കറണ്ട് കടത്തി വിടുന്ന മെത്തേഡുകളെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് വർക്ക് പീസിലൂടെ ഡയറക്റ്റ് നമ്മൾ കറണ്ട് കടത്തി വിടുക. നമ്മളിപ്പോ 5 എണ്ണം പഠിച്ചു. അതിൽ ഏതായിരിക്കും ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്? ഹെഡ് ഷോട്ട് ടെക്നിക്ക് ഒരു ഡയറക്റ്റ് മെത്തേഡാണ്. കാരണം എന്താ? ഹെഡ് ഷോട്ട് നമുക്ക് ഓർമ്മയുണ്ട്, 2 ഹെഡിനിടയിൽ നമ്മളെ വർക്ക് പീസ് വെച്ചിട്ട് ഈ വർക്ക് പീസിലൂടെ തന്നെയാണ് കറണ്ട് കടത്തി വിടുന്നത്, അല്ലേ? അപ്പോ അവിടെ വർക്ക് പീസിലൂടെ ഡയറക്റ്റ് നമ്മൾ കറണ്ട് പാസ് ചെയ്യാണ്. സോ ഹെഡ് ഷോട്ട് മെത്തേഡിനെ നമുക്കൊരു ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം. സോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാഗ്നറ്റൈസേഷൻ കറണ്ട് ഡയറക്ട്ലി ഫ്ലോസ് ത്രൂ ദി ടെസ്റ്റ് ഒബ്ജക്ട് അല്ലെങ്കിൽ പാർട്ട്. The magnetic field formed during this method is at right angles to the direction of current flow. So ഒരു ഒബ്ജക്റ്റ് ഹെഡ് ഷോട്ട് മെത്തേഡ് ആണ്. ഹെഡ് ഷോട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു നമ്മുടെ ടെസ്റ്റ് പീസിലൂടെയാണ് ഡയറക്റ്റ് ആയിട്ടാണ് കറണ്ട് കടത്തി വിടുക. അപ്പൊ കറണ്ട് ഇങ്ങനെ ലീനിയർ ആയിട്ട് പോകും. ലൈൻസ് ഓഫ് ഫോഴ്സോ ഇതുപോലെ സർക്കുലർ ആയിട്ട്. അപ്പോ അതിന്റെ ഒരു ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷൻ ഓഫ് കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇപ്പൊ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലേ? അല്ലടാ. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഫോംഡ് ഡ്യൂറിംഗ് ദിസ് മെത്തേഡ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ്. ഇതൊക്കെ ഓർമ്മയാണ്. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ ടെസ്റ്റ് പീസിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ഉണ്ടാകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. വി ക്യാൻ ലൊക്കേറ്റ് ഡിഫക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വെച്ചാൽ ഞാൻ കാണിച്ചത് ഹെഡ് ഷോട്ട് ടെക്നിക്കിലേക്ക് പോവാം. ഹെഡ് ഷോട്ട് ടെക്നിക്ക് ആണല്ലോ ഇവര് ഡയറക്റ്റ് മെത്തേഡിന് എക്സാമ്പിൾ പറഞ്ഞത്, അല്ലേ? ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഹെഡ് ഷോട്ട് ടെക്നിക്കിന്റെ ഫിഗർ ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം. കറണ്ടിന്റെ ഫ്ലോ, ഇവിടുന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തുന്നു, താഴേക്ക് പോകുന്നു. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് സർക്കുലർ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഡയറക്ഷൻ ഓഫ് കറണ്ടും ഈ ലൈൻസ് ഓഫ് ഫോഴ്സും തമ്മിൽ നോക്കുമ്പോൾ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ആംഗിൾ 90 ഡിഗ്രിയിലാണ് ഉള്ളത്. ഇപ്പോ ഇവിടെ ഇവർ പറയുന്നത്, ഇപ്പൊ നമുക്ക് എന്റെ ക്രാക്ക് മെറ്റീരിയലിൽ ജനറേറ്റ് ചെയ്ത ക്രാക്ക് എന്ന് പറയുന്നത് ഞാനിപ്പം ഇപ്പൊ ഇവിടെ വരച്ച പോലെ ഇതുപോലെ ഒരു ക്രാക്കാണ്. അത് കറണ്ടിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് ക്രാക്ക് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രാക്കിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? നിങ്ങൾ കറണ്ടും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ വിട്. ഇവിടെ ടെസ്റ്റ് പീസിൽ എനിക്ക് 2 രീതിയിൽ ക്രാക്ക് ഞാൻ ഇവിടെ കാണിക്കാം. ഒന്ന് ഇവിടെ കാണിക്കാം. ഒരു ക്രാക്ക് ഇങ്ങനെ ഉണ്ട്, ഒരു ക്രാക്ക് ഇങ്ങനെ ഉണ്ട്. ഈ 2 ക്രാക്കും നമ്മൾ ഈ ഹെഡ് ഷോട്ട് ടെക്നിക്ക് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് കാണാനുള്ള സാധ്യത ഉണ്ടോ? ഒന്നാമത്തെ ക്രാക്കിന്റെ നോക്കാം. നമുക്ക് ഇവിടെ ഇപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ സർക്കുലർ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ ആ ക്രാക്കിലൂടെ ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ ഇതിന്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്രാക്ക് ഇങ്ങനെ ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു എക്സിറ്റും റീ എൻട്രിയും നടക്കുമ്പോഴാണ് പുതിയ നോർത്തും സൗത്ത് ഒക്കെ ഉണ്ടാവുക, അല്ലേ? അല്ലടാ. അപ്പൊ ഇവിടെ ഇപ്പൊ ക്രാക്ക് നോക്കിയേ, നമ്മളെ ലൈൻസ് ഓഫ് ഫോഴ്സിന്
ഏതാണ്ട് ഒരു എക്സാക്ട് പെർപെൻഡിക്കുലർ അല്ലെങ്കിലും ഒരു ചെറിയൊരു ആംഗിളിൽ വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു എക്സിറ്റും റീ എൻട്രി ഒക്കെ ഉണ്ടായത്. നേരെ കുറച്ച് അതേ ടെസ്റ്റിംഗ് പീസ് തന്നെ ഇവിടെ ഒരു ഇങ്ങനെയാണ് ക്രാക്കുള്ളത്, ലീനിയർ ആയിട്ട് തന്നെ ക്രാക്കുള്ളത്. ലൈൻസ് ഓഫ് ഫോഴ്സ് വരും, എക്സിറ്റും റീ എൻട്രി ഒന്നും ഉണ്ടാവില്ല, മെറ്റീരിയലിൽ കൂടി തന്നെയല്ലേ പാസ് ചെയ്യുക. ഇവിടെ ഒരു ഔട്ട്സൈഡ് സർഫസ് വന്നിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ഒരു ചെറിയ പോൾ ഉണ്ടാവും, നോർത്തും സൗത്തും ചെറിയൊരു സ്ട്രെങ്ത് ഉണ്ടാവും, വളരെ മൈന്യൂട്ട് ആയിരിക്കും, നേരത്തെ പോലെയുള്ള അത്രയും ഉണ്ടാവില്ല. അപ്പോ ഇവിടെ നമ്മുടെ ലൈൻസ് ഓഫ് ഫോഴ്സിന് ഏതാണ്ട് ഒരു ആംഗിൾ, ഒരു 90 ഡിഗ്രി ഓർ ഒരു അക്യൂട്ട് ആംഗിൾ വരുമ്പോഴാണ് നമുക്ക് എക്സാക്ട് നോർത്തും സൗത്തൊക്കെ ജനറേറ്റ് ചെയ്ത്. നേരെ മറിച്ച് ഇൻ ലൈൻ ആകുമ്പോൾ, ലൈൻസ് ഓഫ് ഫോഴ്സിന് ഇൻ ലൈൻ ആകുമ്പോൾ സെയിം ലൈനിൽ തന്നെ ക്രാക്ക് എങ്കിൽ നമുക്ക് വലിയൊരു ഇൻഡിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ് സർക്കുലർ ആണ്, സർക്കുലർ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ അതേ പാത്തിലാണ് ഒന്നാമത്തെ ക്രാക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്രാക്ക് നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇട്ടാലും കാണാനുള്ള സാധ്യത കുറവാണ് അല്ലെ. നേരെ മറിച്ച് ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നു, ഇവിടെ ക്രാക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അവിടുന്ന് എക്സിറ്റും റീ എൻട്രിയും നടന്നിട്ട് താഴോട്ടേക്ക് പോവാം. അപ്പൊ ഈ ഒരു ക്രാക്ക്, രണ്ടാമത്തെ ക്രാക്കിനെ നല്ല രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷനിൽ വി ക്യാൻ ലൊക്കേറ്റ് ഡിഫക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ചെറിയൊരു ആംഗിളിൽ വരുന്ന ക്രാക്കുകളൊക്കെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ വി ക്യാൻ ലൊക്കേറ്റ് ഡിഫക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. Applied magnetic field, sorry. ഒരു മിനിറ്റ്, ഒന്ന് എറേസ് ചെയ്ത് പറയാം. ഓക്കെ, ഇവിടെ ഇപ്പൊ പറഞ്ഞ വി ക്യാൻ ലൊക്കേറ്റ് ഡിഫക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഇപ്പൊ ഹെഡ് ഷോട്ട് ടെക്നിക് ആണെങ്കിൽ ഞാനൊരു ബാർ വരക്കാം. ഹെഡ് ഷോട്ട് ടെക്നിക് ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിഫക്റ്റുകളെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗറിൽ ഹെഡ് ഷോട്ട് ടെക്നിക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. ഇതാണ് ഞാനിപ്പോ ഇവിടെ സെൻട്രൽ വരച്ച ഈ ഒരു വര, അതൊരു ക്രാക്ക് ആണെങ്കിൽ അത് കൃത്യമായിട്ട് കാണും. കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ഇപ്പം ക്രാക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഒരു 90 ഡിഗ്രി ഉള്ളത് നമ്മുടെ ക്രാക്കും ലൈൻസ് ഓഫ് ഫോഴ്സും തമ്മിൽ. നേരെ മറിച്ച് ഈ ഒരു ലൈൻസ് ഓഫ് ഫോഴ്സിന് പാരലൽ ആണ് ക്രാക്കെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എടാ എന്താ പറഞ്ഞു മനസ്സിലായിനാ? ഓക്കെ, അപ്പം അതിന് ഡയറക്റ്റ് മെത്തേഡിൽ എക്സാമ്പിൾ ആണ് ഹെഡ് ഷോട്ട് ടെക്നിക്ക്. നമ്മൾ പഠിച്ച 5 മെത്തേഡിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് ഹെഡ് ഷോട്ട് ടെക്നിക്കാണ്. മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെഡ് ഷോട്ട് ടെക്നിക്കാണ്. വാട്ട് ഈസ് എ ലിമിറ്റേഷൻ? ഹെഡ് ഷോട്ട് ടെക്നിക്കിന്റെ ലിമിറ്റേഷൻ തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡിന്റെ ലിമിറ്റേഷൻ ഈസ് ദാറ്റ് ചാൻസ് ഓഫ് ബേണിംഗ് ആൻഡ് ആർക്ക് ഇൻ ദ കോണ്ടാക്ട് ഏരിയ. ഹെഡ് ഷോട്ട് ടെക്നിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹെഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയയിൽ എന്തുണ്ടാവും, ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉണ്ടാവാനുള്ള ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക്കൽ ഹൈ കറണ്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡിന്റെയും പ്രശ്നം. നേരെ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ആ കറണ്ടും നമ്മുടെ ടെസ്റ്റ് ഫീസും വരുന്ന ആ ഒരു ജോയിനിങ് ഏരിയയിൽ ഹൈ ഇന്റൻസിറ്റി സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും മെറ്റീരിയലിന് ഡിസ്റ്റോർഷൻ സംഭവിക്കാനും സാധ്യതയുണ്ട്. സോ ദ കോണ്ടാക്ട് ഹെഡ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ലാമിനേറ്റഡ് ലെയേഴ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് വെച്ചാൽ മാഗ്നറ്റൈസേഷൻ കറണ്ട് ടെസ്റ്റ് പീസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ആരെയാണ് നമുക്ക് മാഗ്നറ്റ് ആക്കി മാറ്റേണ്ടത്, അയാളുടെ ശരീരത്തിലേക്ക്, അയാളുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മാഗ്നറ്റിക് കറണ്ടിനെ അല്ലെ ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത വേറൊരു മെത്തേഡ് ഉണ്ടാവുമല്ലോ, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ. Indirect method of magnetization, it is also called magnetic flow method. In this method, test part become a part of magnetic circuit, thus bridging a part between the poles of a permanent magnet. Indirect method എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞു, ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിലൂടെ ഇറ്റ്സെൽഫ് ബോഡിയിലൂടെ തന്നെ കറണ്ട് കടത്തി വിടുകയാണ്. ബട്ട് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഒരു പാർട്ടായി മാത്രം പറഞ്ഞു. ഇപ്പൊ നമ്മൾ പെർമനന്റ് മാഗ്നറ്റും യോക്ക് ഒക്കെ വെച്ചിട്ടുള്ള പറഞ്ഞു. പെർമനന്റ് മാഗ്നറ്റ്, ഞാനിവിടെ ഒരു യു ഷേപ്പിലുള്ള ഒരു പെർമനന്റ് മാഗ്നറ്റ് എടുക്കുകയാണെ.
ഒന്ന് നോർത്ത് ആയിരിക്കും, ഒന്ന് സൗത്ത് ആയിരിക്കും. ഇതൊരു മാഗ്നറ്റിക് സർക്യൂട്ടാണ്. ഈ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഇടയിൽ ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് പീസ്, ഇവിടെ ഒരു അയൺ പീസ് വെക്കാന്ന് വെച്ചോ. അപ്പൊ ആക്ച്വലി ഇവിടെ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടറി ഇവിടെ ഉണ്ട്, ഒരു നോർത്തും സൗത്തും ഉണ്ട്. ആ സർക്യൂട്ടിന്റെ ഭാഗമായി മാറുകയാണ് നമ്മുടെ ടെസ്റ്റ് പീസ് അല്ലെ. ഇവിടുത്തെ അയൺ പീസ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിന്റെ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിന്റെ ഒരു ചെറിയൊരു പാർട്ടായിട്ട് മാത്രം മാറുകയാണ്. അപ്പൊ ഈ നോർത്ത് സൗത്ത് ഉള്ള ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് എലമെന്റിനകത്ത് ഒരു ചെറിയൊരു പാർട്ടായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിന്റെ ഒരു പാർട്ടായിട്ട് നമ്മുടെ ടെസ്റ്റ് പീസ് വരുമ്പോൾ അത്തരം മെത്തേഡുകളെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. നേരത്തെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മാഗ്നറ്റിക് സർക്യൂട്ടും ഇല്ല, ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ടെസ്റ്റ് പീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടെസ്റ്റ് പീസിലേക്ക് കറണ്ട് അപ്ലൈ ചെയ്തപ്പോൾ അയാൾ മാഗ്നറ്റ് ആയി മാറിയേ ഉള്ളൂ. അപ്പൊ അത് ഡയറക്റ്റ് കറണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളെ മാഗ്നറ്റ് ആക്കി മാറ്റുന്നു. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്, ഓൾറെഡി ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ആരെയാണോ മാഗ്നറ്റ് ആക്കി മാറ്റേണ്ടത് അയാളെ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു ബാറോ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ആണെങ്കിൽ ആ ബാറിനെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഒരു പാർട്ടാക്കിയിട്ട് അവിടെ ഇടുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ഈ എലമെന്റ് എന്താവും, മാഗ്നറ്റ് ആയി മാറും. അത്തരം ടെക്നിക്കുകളെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കറണ്ട് പാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കറണ്ട് പാസ് ചെയ്യാതെ മാഗ്നറ്റ് ആക്കുന്നതാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഒരു പാർട്ടാക്കി അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ആക്കി മാത്രം നമ്മളെ ടെസ്റ്റ് പീസിനെ ഇടുക, എന്നിട്ട് ആ ടെസ്റ്റ് പീസിനെ അങ്ങനെ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റ് ആക്കി മാറ്റും. സോ ഇൻ ദിസ് മെത്തേഡ് ടെസ്റ്റ് പാർട്ട് ബിക്കം എ പാർട്ട് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട്, thus bridging a path between the poles of a permanent magnet. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നോർത്തും സൗത്തും ഉള്ള ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് പോലെ നമ്മുടെ ടെസ്റ്റ് പീസിനെ ഇടുകയാണ്. ഇത് നമുക്ക് ആ ഫിഗറിലേക്ക് പോകാം. പെർമനന്റ് മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാഗ്നറ്റൈസേഷൻ. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു മാഗ്നറ്റിക് സർക്യൂട്ട്, ഒരു നോർത്തും ഒരു സൗത്തും ഉള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട്. നമുക്ക് ഈ ഒരു പ്ലേറ്റിനെയാണ് ടെസ്റ്റ് പീസ് എന്ന് പറയുന്നത്, ഈ പ്ലേറ്റിനെയാണ് മാഗ്നറ്റ് ആക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഒരു പാർട്ട് ആക്കിയിട്ട് ഇയാളെയും കൂടി അങ്ങ് കണക്ട് ചെയ്യാണ്. അപ്പോൾ നോർത്തിനും ഇടയിലും സൗത്തിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ നമ്മുടെ ടെസ്റ്റ് പീസ് ആക്ട് ചെയ്യാണ്, ഒരു പാലം പോലെ. അപ്പോൾ അങ്ങനെ ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെസ്റ്റ് പീസും മാഗ്നറ്റ് ആയി മാറും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബേണിങ് അല്ലെങ്കിൽ ആർക്ക് ഫോർമേഷൻ ഒക്കെ ആയിരുന്നു. അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും ഇൻഡയറക്റ്റ് മെത്തേഡിൽ. സോ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് റിസ്ക് ഓഫ് ബേണിങ് ഡസ് നോട്ട് എക്സിസ്റ്റ്. യൂസ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്സ് ഓർ ഇലക്ട്രോമാഗ്നറ്റ് ഈസ് കൺവീനിയന്റ്. ഇൻഡയറക്റ്റ് മെത്തേഡിലെ ഒരു മെത്തേഡാണ് മാഗ്നറ്റൈസേഷൻ യൂസിങ് പെർമനന്റ് മാഗ്നറ്റ്. മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെത്തേഡിലെ മറ്റൊരു മെത്തേഡാണ് മാഗ്നറ്റൈസേഷൻ യൂസിങ് യോക്ക്. ഇവിടെ നിങ്ങൾക്ക് യോക്ക് എന്ന് പറയുന്ന എലമെന്റ് കാണാം. ഈ യോക്ക് നമ്മൾ കറണ്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ സ്വിച്ച് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ നോർത്ത് ആവും, ഇയാൾ സൗത്ത് ആവും. ഓൾറെഡി ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ടെസ്റ്റ് പീസ്, നമ്മുടെ ഈ പ്ലേറ്റ് ആണ് നമ്മുടെ ടെസ്റ്റ് പീസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഒരു പാർട്ടായിട്ട് ഇയാളെ കണക്ട് ചെയ്യുന്നു, ഇവര് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പൊ ഈ നോർത്തിനും സൗത്തിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് നമ്മുടെ ടെസ്റ്റ് പീസ് ആക്ട് ചെയ്യും, ഈ ടെസ്റ്റ് പീസും മാഗ്നറ്റ് ആയി മാറുകയും ചെയ്യും. സോ ദിസ് ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബേണിങ് അല്ലെങ്കിൽ ആർക്ക് ജനറേഷനുള്ള സാധ്യതകളൊന്നും ഇല്ല. നമുക്ക് ഡയറക്റ്റ് മെത്തേഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, നമ്മൾ പഠിച്ച 5 എണ്ണത്തിലുള്ള ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റിന്റെ എക്സാമ്പിൾ ഹെഡ് ഷോട്ട് മെത്തേഡ്, ഇൻഡയറക്റ്റിന്റെ എക്സാമ്പിൾ പെർമനന്റ് മാഗ്നറ്റ് മെത്തേഡും യോക്ക് മെത്തേഡും. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടിന്യൂസ് ടെസ്റ്റിംഗ്. കണ്ടിന്യൂസ് ടെസ്റ്റിംഗ് ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ. എന്താണ് കണ്ടിന്യൂസ് ടെസ്റ്റിംഗ് എന്നുള്ളത്? ഈ കണ്ടിന്യൂസ് എന്നുള്ള ടേം എന്താണ് മീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് കണ്ടിന്യൂസ് ടെസ്റ്റിംഗ്? The term continuous means that magnetic particles are applied while current is still flowing. So നമ്മളിപ്പം ഹെഡ് ഷോട്ട് മെത്തേഡിൽ രണ്ട് ഹെഡിനിടയിൽ മെറ്റീരിയൽ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഹെഡിൽ നിന്നും കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ടെസ്റ്റ് പീസ് എന്താവും, മാഗ്നറ്റ് ആവും അല്ലെ. ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഇങ്ക് അല്ലെ, മാഗ്നറ്റിക് മീഡിയ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ പൗഡർ, മാഗ്നറ്റിക് പൗഡേഴ്സിനെ സപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ നമ്മൾ ടെസ്റ്റ് പീസിലേക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ടെസ്റ്റിങ്ങുകളെയാണ് കണ്ടിന്യൂസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ഇപ്പൊ ഹെഡ് ഷോട്ട് ടെക്നിക്കിൽ പറഞ്ഞു. ഇനി കോയിൽ ഷോട്ട് ടെക്നിക്ക് ആണെങ്കിലോ, കോയിൽ ഷോട്ട് ടെക്നിക്ക് എങ്ങനെയാന്ന് നമുക്കറിയാം. കോയിൽ ഷോട്ട് ടെക്നിക്ക് എങ്ങനെയാ? ഒരു സോളിനോയിഡ് കോയിലിന്റെ ഉള്ളിൽ നമ്മുടെ ടെസ്റ്റ് പീസിനെ ഇൻസേർട്ട് ചെയ്യുകയും എന്നിട്ട് സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇപ്പൊ ഒരു സോളിനോയിഡ് കോയിൽ ഇതിലൂടെ ഇപ്പൊ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളിനോയിഡ് എന്തായി? ഒരു മാഗ്നറ്റ് ആയി. നമ്മളെ ടെസ്റ്റ് പീസിനെ ഈ കോയിലിന്റെ ഉള്ളിലൂടെ ഞാൻ കടത്തി വിടുന്നു. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടെസ്റ്റ് പീസിന്റെ മേലയിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സപ്ലൈ ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ടെക്നിക്കുകളെയാണ് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂസ് മെത്തേഡ് 2 ടൈപ്പിലുണ്ട്. ഒന്ന് ഡ്രൈ കണ്ടിന്യൂസും മറ്റൊന്ന് വെറ്റ് കണ്ടിന്യൂസും. അപ്പൊ ഡ്രൈ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡ്രൈയും വെറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്രൈ കണ്ടിന്യൂസ് എന്തായിരിക്കും? അവിടെ കണ്ടിന്യൂസ് എന്ന് വെച്ചാല് കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സപ്ലൈ ചെയ്യലാണ് കണ്ടിന്യൂസ് മെത്തേഡ്. ഡ്രൈ കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ ഡ്രൈ പൗഡേർഡ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ്. ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ മൊമെന്റിൽ വെറ്റ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് ദാറ്റ് ഈസ് വെറ്റ് കണ്ടിന്യൂസ് മെത്തേഡ്. അവിടെ വെറ്റ് പാർട്ടിക്കിളും ഡ്രൈ പാർട്ടിക്കിളും ഓർക്കുന്നില്ലേ? വെറ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കരിയർ ഫ്ലൂയിഡിനകത്ത് നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സസ്പെൻഡ് ചെയ്യും. പറഞ്ഞില്ലേ ഞാൻ, വലിയ എലമെന്റ് ഒക്കെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് വെള്ളം ഒഴിക്കുക ചെയ്യുക. അപ്പൊ വെള്ളത്തിന് മൊബിലിറ്റി കൂടുതലുള്ളതുകൊണ്ട് എല്ലാ ഭാഗത്തും എത്തും. ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് മെത്തേഡ് ഡ്രൈ പൗഡർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ്. കണ്ടിന്യൂസ് മെത്തേഡിൽ വെറ്റ് പാർട്ടിക്കിൾസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വെറ്റ് കണ്ടിന്യൂസ് മെത്തേഡ്. So what is dry continuous? Magnetic particles are applied in particle form, that is dry form. Particle application must ceases before current flow ceases. അതായത് ഞാൻ പറഞ്ഞ ഹെഡ് ഷോട്ട് ടെക്നിക്ക് ആണെങ്കിൽ നമ്മൾ 2 ഹെഡിലൂടെ കറണ്ട് വിടും. അപ്പൊ ഈ കറണ്ട് പോകുന്ന അതേ മൊമെന്റിൽ തന്നെ നമ്മൾ പാർട്ടിക്കിൾ സപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടിന്യൂസ് മെത്തേഡ് തന്നെ. ഇപ്പൊ ഇവിടെ ഉള്ള ഒരു കണ്ടീഷൻ ആണ് ഇവിടെ പറയുന്നത്. പാർട്ടിക്കിൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ മൊമെന്റിലാണ്. കറണ്ട് നമ്മൾ എപ്പോഴാണോ ക്ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ഇട്ട് കഴിയണം. നമ്മളിങ്ങനെ പാർട്ടിക്കിൾസ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ പോയിട്ട് ഓഫ് ആക്കാൻ പാടില്ല. അതായത് കറണ്ട് ഫ്ലോ സീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പാർട്ടിക്കിൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവണം. അതൊരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞത്. പാർട്ടിക്കിൾ അപ്ലിക്കേഷൻ മസ്റ്റ് സീസസ് ബിഫോർ കറണ്ട് ഫ്ലോ സീസസ്. കറണ്ട് ഫ്ലോ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യണം. ദെൻ യൂസ് ഓഫ് ഡ്രൈ പാർട്ടിക്കിൾ ഈസ് യൂസ്ഫുൾ ഫോർ ഡിറ്റക്ടിങ് subsurface discontinuities due to high permeability compared to wet particle. ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ ആവശ്യം, റിക്വയർമെന്റ് മെറ്റീരിയലിന്റെ സബ്സർഫസ് ഡിഫക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, സബ്സർഫസ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ പൗഡേർഡ് എലമെന്റുകളാണ്. ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ് സബ്സർഫസിന് വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം സബ്സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്നും കുറച്ച് താഴോട്ടായിട്ടുള്ള ഇവിടെയൊക്കെയാണ് ക്രാക്ക് എങ്കിൽ ഇതിനെയാണ് നമ്മൾ സബ് സർഫസ് ഡിഫക്ട് എന്ന് പറയുന്നത്. സർഫസിൽ നിന്നും നിയർ ബൈ ഏരിയ. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഡ്രൈ പൗഡേഴ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം ഡ്രൈ പൗഡേഴ്സിന് വെറ്റ് പാർട്ടിക്കിൾസിനേക്കാളും പെർമിയബിലിറ്റി കൂടുതലുണ്ട്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലൈൻസ് ഓഫ് ഫോഴ്സിനെ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യാനുള്ള എബിലിറ്റി, ദാറ്റ് ഈസ് പെർമിയബിലിറ്റി. ഇപ്പൊ ഡ്രൈ പൗഡേർഡ് സ്ട്രക്ചേഴ്സിനാണ് പെർമിയബിലിറ്റി ഹയർ. നേരെ മറിച്ച് ഒരു വെള്ളത്തിൽ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾസിന് ഈ ഡ്രൈ പൗഡർ പാർട്ടിക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ പെർമിയബിലിറ്റി കുറവാണ്. സോ ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മെത്തേഡിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഡ്രൈ പൗഡേർഡ് എലമെന്റ് സപ്ലൈ ചെയ്യുന്നതിനാണ് ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് വെറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മെത്തേഡിനകത്ത് തന്നെ വെറ്റ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വെറ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. ഡ്രൈ കണ്ടിന്യൂസിൽ തന്നെ നമ്മൾ പറയുന്നു, ഒരു കണ്ടീഷൻ പറഞ്ഞു, കറണ്ട് സീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ കറണ്ട് സപ്ലൈ ചെയ്ത കറണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കണം. അതേപോലെ ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റ് സബ് സർഫസ് ഡിഫക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെയാണ് ഡ്രൈ കണ്ടിന്യൂസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഡ്രൈ പാർട്ടിക്കിൾ ഹാസ് റിലേറ്റീവ്ലി പുവർ മൊബിലിറ്റി ഇൻ DC കറണ്ട്. DC കറണ്ടിൽ പുവർ മൊബിലിറ്റി അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡ്രൈ കണ്ടിന്യൂസും വെറ്റ് കണ്ടിന്യൂസും എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി.
Then what is wet continuous? Magnetic particles are suspended in a liquid carrier. That is wet particle. അല്ലെ, നമ്മൾ ഡ്രൈ പാർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ട്, വെറ്റ് പാർട്ടിക്കിളും പറഞ്ഞിട്ടുണ്ട്. ഡ്രൈ എന്ന് പറഞ്ഞാൽ പൗഡേർഡ് എലമെന്റിനാണ് ഡ്രൈ എന്ന് പറയാം. വെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കരിയർ ഫ്ലൂയിഡിനകത്ത് സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെയാണ് വെറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആർ സസ്പെൻഡഡ് ഇൻ എ ലിക്വിഡ് carrier. Carriers such as kerosene or other petroleum distilleries or water containing special additives. പൊതുവെ നമ്മൾ ഇതിന്റെ കരിയർ ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്ന എലമെന്റുകൾ ഏതൊക്കെയാണെന്നാ പറഞ്ഞ്, കെറോസിൻ, മണ്ണെണ്ണയിൽ നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സസ്പെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽസിലൊക്കെ നമ്മൾ ഇതേപോലെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ പ്യുവർ വാട്ടറിൽ ചില അഡിക്റ്റീവ്സിനെ ഇട്ടുകൊണ്ട് അതിനകത്തും ഇതേപോലെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. Then in this technique, liquid suspended particles are applied simultaneously with magnetizing current. കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കറണ്ട് പാസ് ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെയാണ് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിളും അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് കണ്ടിന്യൂസ് എന്ന് പേര് വരുന്നത്. ഇപ്പൊ വെറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് കറണ്ട് പാസ് ചെയ്യുന്ന അതേ മൊമെന്റിൽ തന്നെ ഈ ഒരു സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, ഒരു കരിയർ ഫ്ലൂയിഡിനകത്ത് സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ കറണ്ട് പാസ് ചെയ്യുന്ന അതേ മൊമെന്റ്, സൈമിൾട്ടേനിയസ് മൊമെന്റിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ദാറ്റ് ഈസ് വെറ്റ് കണ്ടിന്യൂസ് മെത്തേഡ് ആണ്. ഇറ്റ് ഈസ് ലെസ് പെർമിയബിൾ വെൻ കമ്പയർഡ് വിത്ത് ഡ്രൈ പാർട്ടിക്കിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രൈ പാർട്ടിക്കിൾസിനാണ് വെറ്റ് പാർട്ടിക്കിൾസിനേക്കാളും പെർമിയബിലിറ്റി കൂടുതൽ. അപ്പോൾ ഇതിന് പെർമിയബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ സബ്സർഫസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ ഈ വെറ്റ് പാർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. സർഫസ് ഡിഫക്റ്റ് ഒക്കെ ആണെങ്കിൽ വെറ്റ് പാർട്ടിക്കിൾ ഓക്കെയാണ്. സബ്സർഫസ് ഡിഫക്റ്റ് ആണെങ്കിൽ ഡ്രൈ പാർട്ടിക്കിൾ ആണ് ബെറ്റർ. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഇംപ്രൂവ്ഡ് മൊബിലിറ്റി ഓഫ് പാർട്ടിക്കിൾസ്. ഞാൻ പറയുന്നത് വെറ്റ് പാർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് തന്നെ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ ലാർജ് സർഫസ് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തും പോയിട്ട് ഡ്രൈ പൗഡേഴ്സ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയൊരു ടാങ്കിനകത്ത് നമ്മൾ ഇതേപോലുള്ള ഒരു കരിയർ ഫ്ലൂയിഡിനകത്ത് നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്തിട്ട് അങ്ങ് ഒഴിക്കുക, പവർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വെള്ളം എത്തുന്ന എല്ലാ ഏരിയയിലും നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസും എത്തും. Then suspension will adhere to complex shapes better than dry particles, so it gives more sensitivity. ഞാൻ പറഞ്ഞു, ലാർജ് സർഫസ് ഏരിയയിൽ വരുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ പവർ ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, ഇറഗുലർ സർഫസ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഹൈപ്പും അതുപോലെ തന്നെ ഒരു ലോവറിങ്ങും ഒരു ഡിപ്പലും വരുന്ന ചില സർഫസുകൾ ഉണ്ടാവും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ അവിടേക്ക് ഈ ഡ്രൈ പാർട്ടിക്കിൾസ് കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തും നമ്മൾ ഇടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഇറഗുലർ അല്ലെങ്കിൽ കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ വരുമ്പോഴും അവിടെയും ഈ പറയുന്ന വെറ്റ് പാർട്ടിക്കിൾ എലമെന്റ് ആണ് ഏറ്റവും ബെറ്റർ. കാരണം വെറ്റ് എലമെന്റ് അല്ലെങ്കിൽ കരിയർ ഫ്ലൂയിഡിന് മൊബിലിറ്റി എന്ന് പറയുന്നത് ഹയർ ആണ്. സോ വാട്ട് ഈസ് കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് വെച്ചാൽ കറണ്ടിന് സൈമിൾട്ടേനിയസ് ആയിട്ട്, കറണ്ട് പാസ് ചെയ്യുന്നതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുന്നതിനാണ് കണ്ടിന്യൂസ് മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് മെത്തേഡ് തന്നെ രണ്ട് രീതിയിലുണ്ട്, ഡ്രൈ കണ്ടിന്യൂസും വെറ്റ് കണ്ടിന്യൂസും. കറണ്ട് പാസ് ചെയ്യുന്ന അതേ മൊമെന്റിൽ ഡ്രൈ പാർട്ടിക്കിൾസ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡ്രൈ കണ്ടിന്യൂസ്. കറണ്ട് പാസ് ചെയ്യുന്ന അതേ മൊമെന്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് വെറ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് വെറ്റ് കണ്ടിന്യൂസ്. സബ്സർഫസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും ബെറ്റർ ഡ്രൈ പൗഡേഴ്സ് ആണ്, കാരണം അതിന് പെർമിബിലിറ്റി കൂടുതലാണ്. പിന്നെ വെറ്റ് പാർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് സർഫസ് ഡിഫക്ട്സ് പൊതുവെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ വെറ്റ് പാർട്ടിക്കിളും ഡ്രൈ പാർട്ടിക്കിളും കമ്പയർ ചെയ്യുമ്പോൾ വെറ്റ് പാർട്ടിക്കിളിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് മൊബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ, കോംപ്ലക്സ് ഷേപ്പുകളിലുള്ള ക്രാക്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും ബെറ്റർ വെറ്റ് പാർട്ടിക്കിളാണ്. കാരണം എല്ലാ ഏരിയയിലും കോംപ്ലക്സ് ഷേപ്പിന്റെ എല്ലാ ഏരിയയിലും ഇതിന്റെ മൊബിലിറ്റി കാരണം നമ്മുടെ ടെസ്റ്റ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ എത്തിക്കാൻ ഇയാളെ കൊണ്ട് പറ്റും. നമ്മളിപ്പോ പറഞ്ഞു വെറ്റ് പാർട്ടിക്കിൾ ചില കരിയർ ഫ്ലൂയിഡിനകത്ത് സസ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കരിയർ ഫ്ലൂയിഡ് ഏതൊക്കെയാണ്? ഒന്ന് കെറോസിൻ, ഞാൻ ഒരു മണ്ണെണ്ണയും അതുപോലെ തന്നെ പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സും. അപ്പൊ അതിനുള്ള അഡ്വാൻറ്റേജ് ഹെൽപ്പ് ടു ലൂബ്രിക്കേറ്റ് ദ പാർട്സ്. ഇത് നമ്മുടെ കരിയർ ഫ്ലൂയിഡ് നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ എല്ലാ സർഫസിലും എത്തിക്കുന്നതിനൊപ്പം തന്നെ ഈ പാർട്ടിൽ ചിലപ്പോൾ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടും ഇയാൾ ഹെൽപ്പ് ചെയ്യും. ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദി കൊറോഷൻ സോഴ്സ്. കൊറോഷൻ സോഴ്സിന് ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് കൊറോഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ പാർട്സും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മെഷീനറി പാർട്സിനൊക്കെ ഉള്ള റിമൂവ് ചെയ്തതോ അല്ലെങ്കിൽ അവിടെ തന്നെ അസംബ്ലിയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കരിയർ ഫ്ലൂയിഡ് കാരണം ഈ മെറ്റീരിയലിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ NDT-യുടെ പ്രിൻസിപ്പിളിന് എതിരാണത്. അപ്പോൾ നമ്മൾ ഈ കരിയർ ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കൊണ്ട് ഇതിന് മറ്റു രീതിയിലുള്ള കൊറോഷൻ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എറോഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. സോ ഈ കരിയർ ഫ്ലൂയിഡ് ഒന്നും ഒരു കൊറോഷൻ സോഴ്സ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല അല്ലെങ്കിൽ കൊറോഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യില്ല. ദെൻ എന്താണ് ലിമിറ്റേഷൻ? എക്സ്പെൻസീവ്. നമുക്കറിയാം കെറോസിൻ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ഫ്ലമബിൾ ആണ്.
കെറോസിൻ അതേപോലെ പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സ് ഒക്കെ പെട്ടെന്ന് കത്താൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നല്ല ചൂടുള്ള ഒരു എലമെന്റ് ആണ്. നമ്മളിപ്പോ ഒരു എഞ്ചിൻ പാർട്ട് ഊരിയിട്ട് ഇപ്പൊ തന്ന ഇതിന് നല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ട്. ഇതിന്റെ അകത്തേക്ക് നമ്മൾ വെറ്റ് പാർട്ടിക്കിളും ഈ കെറോസിൻ, അതായത് കെറോസിനിൽ സസ്പെൻഡ് ചെയ്ത പാർട്ടിക്കിൾ നമ്മൾ കൊണ്ടുവന്ന് പോർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അവിടുന്ന് തന്നെ കത്താനുള്ള സാധ്യതയുണ്ട്, ഫ്ലമ്മബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ലിമിറ്റേഷൻ എക്സ്പെൻസീവ് ആൻഡ് ഫ്ലമ്മബിൾ. അഡ്വാൻറ്റേജ് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടും ചിലപ്പം ഇയാൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കൊറോഷൻ സോഴ്സുകളൊക്കെ ഒഴിവാക്കാനും അല്ലെങ്കിൽ കൊറോഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായി മാറും. ദെൻ വേറൊരു കരിയർ എലമെന്റ് ആണ് വാട്ടർ, വെള്ളം. ഇൻഎക്സ്പെൻസീവ് ആണ്, ഹെൽത്തിനോ അല്ലെങ്കിൽ ഫ്ലമ്മബിളോ അല്ല, ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കില്ല. ബട്ട് വെള്ളം സർഫസിൽ ഇതേപോലെ നമ്മുടെ ടെസ്റ്റിംഗ് പീസിന്റെ മേലിൽ കുറെ വെള്ളം ഇങ്ങനെ ബാക്കിയായി കഴിഞ്ഞാൽ ആ സ്ഥലത്തൊക്കെ കൊറോഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പെട്രോളിയം ഫീൽഡ് അല്ലെങ്കിൽ പെട്രോളിയം ഡിസ്റ്റിലേറ്റ്സും കെറോസിനൊക്കെ നമുക്ക് കൊറോഷൻ സോഴ്സ് ആയിട്ട് ഒരിക്കലും വരില്ല. പക്ഷെ വെള്ളം നമ്മുടെ സർഫസിൽ ഇങ്ങനെ ബാക്കിയായിട്ട് ഡ്രോപ്സ് ആയിട്ട് ബാക്കിയായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഓക്സിഡേഷൻ പോലുള്ള കെമിക്കൽ പ്രോസസ്സ് നടന്ന് അവിടെ കൊറോഷൻ സാധ്യമാകാനുള്ള ചാൻസുകളുണ്ട്. ദീസ് ആർ കണ്ടിന്യൂസ് ഡ്രൈ കണ്ടിന്യൂസ് ആൻഡ് വെറ്റ് കണ്ടിന്യൂസ് മെത്തേഡ്സ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഓൾറെഡി പഠിച്ച 5 മെത്തേഡിന്റെ ചെറിയ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ കണ്ടിന്യൂസിൽ തന്നെ 2 ടൈപ്പ് മെത്തേഡ്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട്, റെസിജ്വൽ ടെക്നിക്ക്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സമയം ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് അറ്റൻഡൻസ് എന്ന് പറയോ? നമ്പർ 1, 2, 3,